സംസ്ഥാനത്തെ ആശാപ്രവർത്തകർക്ക് ആശ്വാസമായി പ്രതിഫല കുടിശ്ശിക തീർത്ത് സർക്കാർ. ജനുവരി മാസത്തെ ഓണറേറിയം നൽകിയതോടെ 3 മാസത്തെ കുടിശ്ശികയും ഇൻസെന്റീവ് കുടിശ്ശികയുമാണ് കൊടുത്തു തീർത്തത്. എന്നാൽ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്ന് ആശാ വർക്കേഴ്സ് സമരസമിതി. സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാ വർക്കേഴ്സ് അസോസിയേഷൻ നടത്തുന്ന സമരം 18ാം ദിവസം എത്തിയപ്പോഴാണ് മുഴുവൻ കുടിശ്ശികകളും സർക്കാർ കൊടുത്തു തീർത്തത്. ജനുവരിയിലെ ഓണറേറിയം കൂടി ഇന്ന് അനുവദിച്ചു. ഇൻസെന്റീവിലെ കുടിശ്ശികയും തീർത്തു. ജോലിക്കുള്ള കൂലിയാണ് കിട്ടിയതെന്നും ഓണറേറിയം വർധനയാണ് ആവശ്യപ്പെടുന്നതെന്നും അസോസിയേഷൻ നേതാക്കൾ പറഞ്ഞു. അല്ല, ഡിമാൻഡുകൾ കിടക്കുമല്ലേ, ജോലി ചെയ്തതിനുള്ള വേതനമല്ലേ ഇപ്പം തന്നത്. അത് നമ്മുടെ സമരത്തിലൊരു ഡിമാൻഡായി വെച്ചിരുന്നു, വേതന കുടിശ്ശിക ഉടൻ തന്നു തീർക്കാൻ. അത് തന്നതിൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. അത് ഞങ്ങളുടെ സമരത്തിൻ്റെ വിജയമായിട്ടും തന്നെ ഞങ്ങൾ കണക്കാക്കുന്നു. പക്ഷേ നമ്മുടെ അടിസ്ഥാനപരമായ വിഷയം ഇത് വർദ്ധിപ്പിക്കുക എന്നുള്ളതും വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക എന്നുള്ളതും അത് ഡിമാൻഡ് അംഗീകരിക്കണം. അതിന്മേലാണ് സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. SUCI നേതാവ് എസ് മിനി നയിക്കുന്ന ആശാ വർക്കേഴ്സ് അസോസിയേഷൻ സർക്കാർ തീരുമാനത്തെ വിജയമായാണ് കണക്കാക്കുന്നത്. എന്നാൽ ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കും വരെ സമരം തുടരാനാണ് ഇവരുടെ തീരുമാനം. സംഘടനയ്ക്ക് രാഷ്ട്രീയ മുഖമില്ലെന്ന് ആശാ വർക്കേഴ്സ് അസോസിയേഷൻ അവകാശപ്പെടുന്നു. എന്നാൽ CITUവുമായി സഹകരിച്ച് സമരം ചെയ്യാമെന്ന TP രാമകൃഷ്ണന്റെ ആവശ്യം ഇവർ നിരാകരിച്ചു. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന ആശമാരുടെ സ്വതന്ത്ര സംഘടനയാണ്. ആ സംഘടനയിൽ എല്ലാ രാഷ്ട്രീയക്കാരുമുണ്ട്. അത് അവരുടെ ആരുടെയും രാഷ്ട്രീയം ഞങ്ങൾ നോക്കിയിട്ടില്ല. ആശമാരുടെ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വതന്ത്ര സംഘടനയാണ്. അതിനിടെ അസോസിയേഷന്റെ സമരത്തിനെതിരെ വീണ്ടും ആരോഗ്യമന്ത്രി വീണ ജോർജ് രംഗത്തെത്തി. 7% താഴെ ആശമാർ മാത്രമാണ് സമരം ചെയ്യുന്നത്. ആശ എന്നത് കേന്ദ്രത്തിന്റെ സ്കീമാണ്. തെറ്റിദ്ധരിക്കപ്പെട്ടെന്ന് തിരിച്ചറിഞ്ഞ ആശമാർ സമരം അവസാനിപ്പിച്ച് മടങ്ങിപ്പോകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. 7,000 രൂപ ഓണറേറിയം ഇൻസെൻറ്റീവ്സ് കൂടാതെയുള്ള ആ 7,000 രൂപ ഓണറേറിയം 21,000 രൂപയാക്കണമെന്നുള്ളതാണ് ഒരാവശ്യം. രണ്ടാമത്തെ ആവശ്യം, അവർ പിരിഞ്ഞ് പോകുമ്പോൾ അവർക്ക് 5 ലക്ഷം രൂപ നൽകണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ടും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മറ്റേത് സ്റ്റേറ്റുമായിട്ടും താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സ്റ്റേറ്റ് കേരളമാണ്. അസോസിയേഷന്റെ സെക്രട്ടേറിയറ്റ് സമരത്തിന് ബദൽ നീക്കവുമായി CITU രംഗത്തെത്തി. ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ എന്ന CITU അഫിലിയേറ്റഡ് സംഘടന നാളെ തലസ്ഥാനത്ത് തന്നെ കൂറ്റൻ മാർച്ച് നടത്തും. കേന്ദ്ര സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തി AG's ഓഫീസിലേക്കാണ് നാളത്തെ മാർച്ച്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരവുമായി ആശാ വർക്കർമാർക്ക് ബന്ധമില്ലെന്നാണ് CITU നിലപാട്. ആശാ വർക്കർമാരെന്ന പേരിൽ സമരം ചെയ്യുന്നത് മറ്റു തൊഴിൽ മേഖലയിലെ തൊഴിലാളികളാണ്. കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യുന്നതിനു പകരം സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്യുന്നത് അനാവശ്യമെന്നും CITU ആരോപിക്കുന്നു. ഇന്ന് ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ ആലപ്പുഴ പാസ്പോർട്ട് ഓഫീസിലേക്കും കോഴിക്കോട് ആദായനികുതി ഓഫീസിലേക്കും മാർച്ച് നടത്തി. ആനുകൂല്യം നിഷേധിക്കുന്നവർക്കെതിരെ ഒന്നിച്ചു സമരം ചെയ്യാൻ തയ്യാറാണെന്നാണ് CITU നിലപാട്. ആശമാർക്ക് ഇൻസെന്റീവ് നൽകാത്തത് കേന്ദ്ര സർക്കാരാണ്. ജോലിക്ക് തിരിച്ചു കയറാത്തവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും CITU നേതാവ് PP പ്രേമ പറഞ്ഞു. ഇന്ന് കേരളത്തിൽ അനുഭവിക്കുന്ന സുഖം ഒരു സ്റ്റേറ്റിലും ഇല്ല. ഈ സുഖമുണ്ടാക്കിയത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റാണ്. അതുകൊണ്ട് കേന്ദ്രത്തിന് മുൻപിലേക്കാണ് സമരം നടത്തേണ്ടത്. ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ കേന്ദ്രത്തിന് മുൻപിൽ അതിശക്തമായ പോരാട്ടം നടത്തുമ്പോൾ നിങ്ങളും അതിൽ പങ്കാളികളാകണം. അതിനിടെ കേരള ആശാ വർക്കേഴ്സ് അസോസിയേഷന്റെ സമരത്തെ CPIM നേതാക്കൾ ഇന്നും തള്ളിപ്പറഞ്ഞു. ആശാ വർക്കർമാരുടെ കുറേ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ആശ എന്നുള്ളത് കേന്ദ്ര സ്കീമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട് ഒന്നും പറയാതെ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ഇവരുടെ എല്ലാ പ്രശ്നവും പരിഹരിക്കണം എന്ന് വെച്ചാൽ അസാധ്യമായ കാര്യമാണ്. അപ്പോൾ അസാധ്യമായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു സമരം എന്ന് പറയുമ്പോൾ അതിന് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായ ഉള്ളടക്കമുണ്ടാവും അത്തരം സമരങ്ങൾക്ക്. അതിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് അയച്ച വക്കീൽ നോട്ടീസിൽ കേരള ആശാ വർക്കേഴ്സ് അസോസിയേഷൻ സമരസമിതി നേതാവ് എസ് മിനി മറുപടി നൽകി. മന്ത്രിയെ കാണുന്നതിൽ നിന്ന് ഭർത്താവ് തടഞ്ഞു എന്നത് സത്യമാണെന്നും സമാധാനപരമായ സമരത്തെ ഭീഷണിപ്പെടുത്താനുള്ള തന്ത്രമാണ് നോട്ടീസെന്നും മിനി പറഞ്ഞു. മാർച്ച് 3 കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ
നിയമസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.